പ്രണയമെതിർത്താൽ, വിവാഹ അഭ്യർത്ഥന നിരസിച്ചാൽ ആക്രമണം നടത്തുന്ന യുവാക്കൾ. യുവതികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും ഭീഷണികളും ഉണ്ടാകുന്നത് അതീവ ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമാണ്. കർണാടക ബണ്ട്വാളിൽ പ്രണയനൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊന്ന കേസും തിരുവനന്തപുരം കിളിമാനൂരിൽ മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ പിതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച സംഭവവും ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് സംഭവിക്കുന്നത്? ഈ കേസുകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം തിരുവനന്തപുരം കിളിമാനൂരിൽ മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ പിതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിലേക്കാണ്. വടശ്ശേരിക്കോണം സ്വദേശിയായ അനിൽകുമാറിനെ കൊട്ടേഷൻ സംഘമാണ് മർദ്ദിച്ചത്. ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ച ശേഷമായിരുന്നു മർദ്ദനം. മകനും ക്രൂരമായ ആക്രമണത്തിനിരയായി. അവന്റെ മുഖത്തോട്ട് മറിച്ചതാ. അഭിലാഷ് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഇത് എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇവരുടെ വീട്ടിൽ നിന്നാണോ ഈ അനിൽകുമാറിനെ തട്ടിക്കൊണ്ടുപോയത്? അതായത് മകളെ വിവാഹം കഴിപ്പിച്ച് നൽകിയില്ല, അതിന്റെ വൈരാഗ്യമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിനും ആക്രമണത്തിനും കാരണമെന്നാണ് പറയപ്പെടുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നം ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ടോ? 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാഹാലോചന, അതിന്റെ ഒരു പരിസമാപ്തിയാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ തട്ടിക്കൊണ്ടുപോകലും അതിനെ തുടർന്നുള്ള ക്രൂരമായ മർദ്ദനത്തിലും അവസാനിച്ചത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവത്തിന് തുടക്കമാകുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുധീഷ് എന്ന വ്യക്തി അനിൽകുമാറിന്റെ മകളെ വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ എന്ന പോലെ തന്നെ വിവാഹാലോചനയെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വരനെക്കുറിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ തീർച്ചയായും ആ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടി ആൺകുട്ടിയുടെ ഭാഗത്ത് ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിൽ കലാശിച്ചത്. അതിക്രൂരം എന്ന് തന്നെ പറയാം. കാരണം ഏകദേശം ഒരു പകൽ മുഴുവൻ ഒരു വീടിനുള്ളിൽ, ആളില്ലാത്ത വീടിനുള്ളിൽ പൂട്ടിയിട്ട് ചങ്ങലയ്ക്ക് ബന്ധിച്ച ശേഷമായിരുന്നു ഈ മർദ്ദനം എന്നുള്ളത്. ഇന്നലെ ഈ വീടിന്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അനിൽകുമാർ. അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം വീടിന്റെ പണി നോക്കാനെന്ന വ്യാജേനയാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കല്ലമ്പലത്ത് എത്തിച്ച ശേഷം അവിടെ നിന്ന് ഈ അനിൽകുമാറിന്റെ തന്നെ ബൈക്കിൽ മറ്റൊരു യുവാവ് കയറുകയും ഈ ആളൊഴിഞ്ഞ വീട്ടിൽ, കിളിമാനൂരിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആയിരുന്നു ഈ മർദ്ദനത്തിന്റെ തുടക്കം. അനിൽകുമാറിന്റെ കൈവശം ഉണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ചായിരുന്നു ആദ്യം ക്രൂരമായി മർദ്ദിച്ചതെങ്കിൽ തുടർന്ന് ചങ്ങലയിൽ ബന്ധിച്ച ശേഷം മാരകായുധങ്ങൾ കൊണ്ട് മർദ്ദിച്ചു എന്നാണ് അനിൽകുമാർ പിന്നീട് പോലീസിന് മൊഴി നൽകിയത്. ഈ മർദ്ദനത്തിനിടെ ഈ അനിൽകുമാറിന്റെ മകനെ കൂടി ഈ വീട്ടിലേക്ക് ഈ സംഘം വിളിച്ചു വരുത്തി. ഈ സംഘത്തിലുണ്ടായിരുന്നത് 5 പേരാണ്. വിളിച്ചു വരുത്തുകയും തുടർന്ന് മകനെ ഭീഷണിപ്പെടുത്തുകയും ഈ പിതാവിനെ കൊന്നുകളയുമെന്ന് പറയുകയും ചെയ്തു. ഇയാളെ കൊല്ലാതിരിക്കണമെങ്കിൽ അമ്മയെ കൂടി, ഈ അനിൽകുമാറിന്റെ ഭാര്യയെ കൂടി ഇവിടേക്ക് എത്തിക്കണമെന്ന് കൂടി ഈ സംഘം മകനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് മകൻ വീട്ടിലെത്തി ഈ അമ്മയോട് ഈ വിവരങ്ങൾ അറിയിച്ചു. ഭയന്നുപോയ ഇവർ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്നാണ് രാത്രിയോടെയാണ് ഈ പോലീസ് സംഘം ഈ അനിൽകുമാറിനെ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൊണ്ടിരുന്ന വീട്ടിലെത്തുന്നത്. തുടർന്നാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഈ അക്രമി സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് ഈ അനിൽകുമാറിനെ മോചിപ്പിക്കുകയും വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്തായാലും ഒരു വിവാഹാലോചന അത് ഒടുവിൽ ഇത്തരത്തിൽ വളരെ മൃഗീയമായൊരു മർദ്ദനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെക്കൽ മർദ്ദനം ഇതിൽ അവസാനിച്ചു എന്നുള്ളതാണ്. ഇതിൽ കവിഞ്ഞ് ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇത് കൊട്ടേഷൻ ആക്രമണം തന്നെ ആയിരുന്നോ? ആരാണ് കൊട്ടേഷൻ നൽകിയതിനെ സംബന്ധിച്ചുള്ളൊരു വ്യക്തത പോലീസിന് വന്നിട്ടുണ്ട്. മാത്രമല്ല, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഇത് 2 വർഷം മുൻപാണ് ഈ അനിൽകുമാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഈ കുടുംബം വരുന്നത്, അതായത് ഈ യുവാവിന്റെ കുടുംബം വരുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പല രീതിയിലുള്ള സ്വഭാവ ദൂഷ്യവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. ഇത് മാത്രമാണോ ഒരു ആക്രമണത്തിന് കാരണമായത്?
സംഭവത്തിൽ പ്രതികൾ എവിടെയുണ്ട്, അതായത് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ അഭിലാഷ്? ഈ സംഭവത്തിലെ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത് ഇതിൽ ആക്രമണത്തിന് ഇരയായ അനിൽകുമാർ തന്നെയാണ്. കാരണം അനിൽകുമാറിനെ ഈ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച ശേഷം ആദ്യമായി ആ മുറിയിലേക്ക് കടന്നു വരുന്നത് 2 വർഷം മുമ്പ് അനിൽകുമാറിന്റെ മകളെ വിവാഹം ആലോചിച്ച ഈ സുധീഷ് എന്ന യുവാവാണ്. തന്നെ അറിയുമോ, പരിചയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ യുവാവ് ഈ അനിൽകുമാറിന്റെ റൂമിലേക്ക് കടന്നു വരുന്നത്. തുടർന്നായിരുന്നു മർദ്ദനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ് ഈ സുധീഷ് എന്ന് അനിൽകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സുധീഷിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഇതുവരെ ഈ സംഭവത്തിൽ ആരും തന്നെ പിടിയിലായിട്ടില്ല. മാത്രമല്ല, ഈ 2 വർഷം മുമ്പ് വിവാഹാലോചന നടന്നിരുന്നു എങ്കിലും അതിനുശേഷം ഒരു തരത്തിലും ഈ കുടുംബവുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വൈരാഗ്യം ഇയാൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് അറിയുവാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്നുള്ള വിവരം പെൺകുട്ടി അറിയിച്ചിരുന്നു. ശേഷം ഈ ബന്ധുക്കളുടെ അന്വേഷണത്തിലും ഈ ആൾക്ക് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കി. തുടർന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലെ അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അല്ലാതെ മറ്റു രീതിയിലുള്ള പ്രകോപനവും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അനിൽകുമാറും കുടുംബവും പറയുന്നത്. അതിനുശേഷമാണ് ഈ 2 വർഷത്തോളം കാത്തിരുന്ന ശേഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് ഈ വളരെ ക്രൂരമായ രീതിയിലുള്ള വൈരാഗ്യം തീർക്കലിലേക്ക് പോയത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് നേരത്തെ കൂട്ടി ഈ സുധീഷ് പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 മാസങ്ങൾക്ക് മുമ്പും ഈ സുധീഷിന്റെ ഈ വീടിന്റെ പണി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുധീഷിന്റെ പരിചയക്കാരെ ഈ സംഘത്തിലുള്ള ആളാവാം ഈ അനിൽകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. ആ സമയം പറഞ്ഞിരുന്നത് ഫണ്ട് റെഡിയായ ശേഷം വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ കോൾ വന്നത്. അപ്പോൾ തീർച്ചയായും ഈ 2 വർഷം എന്നല്ല, ഈ അടുത്ത കാലത്ത് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഈ കൃത്യത്തിലേക്ക് ഈ സംഘം എത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വീട്ടിൽ ഈ അനിൽകുമാറിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന ഈ വീട്ടിൽ നിന്നും മാരകായുധങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതും ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാത്രമല്ല, ഈ വീടിന്റെ പിൻഭാഗത്ത് ഒരു വലിയ കുഴി എടുത്തിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. അതിലും ദുരൂഹതയുള്ളതായി, അത് ഒരുപക്ഷെ ഇവരെ അപായപ്പെടുത്താൻ പോലും ഈ സംഘം തയ്യാറാകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംശയം പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ്. മാത്രമല്ല, ഈ നാട്ടിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ കിളിമാനൂരിൽ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കിളിമാനൂരിലേറെ ദൗർഭാഗ്യമായിട്ട് സംഭവമാണ് ഉണ്ടാകുന്നത്. 2 വർഷം മുൻപ് ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിച്ച് ഒരു കുടുംബം ചെല്ലുന്നു. അന്ന് ഈ യുവാവിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമില്ല, മകളെ വിവാഹം കഴിപ്പിച്ച് നൽകാൻ താല്പര്യമില്ല എന്ന് കുടുംബം അറിയിക്കുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ കൊട്ടേഷൻ നൽകുകയായിരുന്നു. കൊട്ടേഷൻ ആക്രമണത്തിലാണ് യുവതിയുടെ അച്ഛനും സഹോദരനും ക്രൂരമായ ആക്രമണമുണ്ടായത്. കർണാടക ബെൻഡ്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി പിടിയിൽ. ബെൽത്തങ്ങാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. മംഗളൂരുവിന് സമീപം വാമഞ്ചൂർ പച്ചനാടിയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ബെൻഡ്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പ ഗൌഡയുടെ മകൾ ലാവണ്യയാണ് ബെൻഡ്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരം കിളിമാനൂരിലെ ഒരു സംഭവമായിരുന്നു. അതായത് അവിടെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് ഒരു യുവതിയുടെ അച്ഛനെ ക്രൂരമായി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസ്. മംഗളൂരുവിൽ അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. അതായത് പ്രണയം നിരസിച്ചതിന് ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുന്നത്. എന്നാൽ എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഈ പ്രതിയെ ഈ യുവാവ് ഈ ചേതൻ തനിച്ചാണോ ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത്? ടോമെ, ഇന്നലെ വൈകിട്ട് 4 കൂടിയാണ് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള BC റോഡിൽ വെച്ച് അതിക്രൂരമായ ഈ കൊലപാതകം നടക്കുന്നത്. അതായത്
ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പോലീസ് പറയുന്നത് ഈ ലാവണ്യയും ചേതനുമായി 4 വർഷം മുൻപ് പ്രണയത്തിലായിരുന്നു. പിന്നീട് ലാവണ്യ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറുന്നു. ഇതോടുകൂടി ചേതൻ ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്താറുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന ലാവണ്യ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതിനിടയിൽ ബസ്സിൽ കയറിയിരുന്നിരുന്നു. അവിടെ നിന്നും പിടിച്ച് പുറത്തിറക്കി മഴു ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ദൃശ്യം പകർത്തുകയും ചെയ്തു. ആ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പിന്നീട് ഇപ്പോൾ മംഗളൂരുവിലെ വാമഞ്ചൂറിന് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ പ്രതി പിടിയിലായത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഈ പെൺകുട്ടിയുടെ ലാവണ്യയുടെ വീട്ടിലേക്ക് വിളിച്ച് താൻ ഇത്തരത്തിൽ മകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെ പോലീസ് 24 മണിക്കൂർ തികയും മുൻപ് തന്നെ ഈ പ്രതിയെ പോലീസ് സമർത്ഥമായി പിടികൂടി. പോലീസ് പിടികൂടുന്ന സമയത്ത് വിഷം കഴിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അത് പോലീസ് തടയുകയും പോലീസ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇയാളെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണയപ്പകയിൽ നിരവധി കൊലപാതകങ്ങൾ നമ്മൾ ഇത്തരത്തിൽ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. ഇതും ഒരു പ്രണയത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് പ്രണയ നൈരാശ്യത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണ്. അങ്ങേയറ്റം മൃഗീയമായ ക്രൂരമായ കൊലപാതകം എന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ നാടിനെ നടുക്കിയ ഈ ഒരു കൊലപാതകം നടന്നത് ഇന്നലെ വൈകിട്ട് 4:30 അതായത് ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ബസ്സിൽ നിന്നും പ്രതി വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് മഴു ഉപയോഗിച്ച് ആ ദൃശ്യങ്ങൾ തന്നെ ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണിത്. അതിൽ അത്രത്തോളം നീചമായാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. അതായത് ഒരു കാലത്ത് വലിയ തോതിൽ അടുപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ പിന്നീട് ആ പ്രണയം ഉപേക്ഷിച്ചപ്പോൾ അതിക്രൂരമായി കൊല ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ പെൺകുട്ടിയുടെ ബന്ധു കൂടിയാണ് ഈ പ്രതി എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഇയാൾ മാത്രമാണ് ഈ കേസിൽ പ്രതിയുള്ളത്. മറ്റാരെങ്കിലും ഇയാൾക്ക് സഹായം ചെയ്തതായി നിലവിൽ പോലീസിന് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടത്. അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ഈ പ്രതി ഈ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ടായത്. ഏതായാലും പോലീസ് ഇയാളെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയത്ത് ഇയാൾ വിഷം കഴിച്ച് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. പോലീസ് അത് തടയുകയും സമർത്ഥമായി പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ. മംഗളൂരുവിലാണ് ഇപ്പോൾ ഈ പ്രതി ഉള്ളത്. സംഭവം നടക്കുന്നത് ബണ്ട്വാളാണ്. ബണ്ട്വാൾ അതായത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം ഇത് ഈ പ്രണയ പക കാരണം കൊലപ്പെടുത്തുന്ന സംഭവം, പ്രണയ നൈരാശ്യം കാരണം കൊലപ്പെടുത്തുന്ന സംഭവം രണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതികളാണ്. അതായത് ഈ ചേതനും ഈ പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നോ? ഈ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ പകയിലാണോ ഈ കൊലപാതകം നടത്തിയത്? അതോ ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പകയിലാണോ? ടോം, ഇതിൽ ഇവരുടെ ബന്ധു തന്നെ പറയുന്നത് ഇവർ തമ്മിൽ നേരത്തെ, അതായത് 4 വർഷം മുൻപ് ഇവർ പ്രണയത്തിലായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി പ്രണയത്തിൽ നിന്നും പിന്മാറുന്നു. പക്ഷെ അപ്പോഴും ഈ ചേതൻ ഈ ഒരു പ്രണയത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ല. നിരന്തരം ഈ പെൺകുട്ടിയുടെ പിറകിൽ തന്നെ ശല്യം ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനൊടുവിൽ ഈ പെൺകുട്ടി യാതൊരു തരത്തിലും വീണ്ടും അല്ലെങ്കിൽ ഇയാളെ പ്രണയിക്കാനോ അങ്ങനെ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി ഇങ്ങനെ ഒരു കൊലപാതകം. അതായത് പ്രണയ നൈരാശ്യം ഉണ്ട് ഇതിൽ. അതോടൊപ്പം ഇത്തരത്തിൽ ഈ പ്രണയാഭ്യർത്ഥന രണ്ടാമത് ഈ പ്രണയവുമായി എത്തിയപ്പോൾ അത് നിരസിച്ച ഒരു വിരോധം, ആ ഒരു പക, അത് തന്നെയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. പോലീസും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധുക്കൾ കൂടിയാണ്. ഈ വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഇവർ തമ്മിൽ പ്രണയത്തിലായ വിവരമൊക്കെ ഇവരുടെ ഈ പെൺകുട്ടിയുടെ ലാവണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് തന്നെയാണ്, ഇവർക്ക് ഈ ചേതനെ നേരത്തെ തന്നെ അറിയാം, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ ഇവരുടെ പ്രണയം തകരുന്നു. പിന്നീട് ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ ഇയാളെ പ്രണയിക്കാനോ അല്ലെങ്കിൽ ഇയാളോട് സംസാരിക്കാനോ പോലും തയ്യാറാത്ത സാഹചര്യം. പക്ഷെ അപ്പോഴും നിരന്തരമായി ഈ കഴിഞ്ഞ 4 വർഷത്തോളമായി പെൺകുട്ടിയെ പിറകിൽ തന്നെ ചേതൻ
പോവുകയും വലിയ തോതിൽ ശല്യം ചെയ്യുകയും ചെയ്ത ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഒരു തരത്തിലും തന്നെ ഇഷ്ടപ്പെടില്ലെന്ന് കണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. മാത്രമല്ല, കൊലപാതകം നടത്തിയതിന് ശേഷം സ്വയം ജീവനൊടുക്കാൻ ഇയാൾ ചേതൻ തീരുമാനിച്ചിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് താൻ ഇങ്ങനെ മകളെ കൊലപ്പെടുത്തിയെന്നും താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന വിവരവും അറിയിച്ചിരുന്നു. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ വളരെ വേഗം തന്നെ ഇയാളെ മംഗളൂരിന് സമീപം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാമഞ്ചൂരിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടാനായത്. എന്തായാലും ഇയാളുടെ വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ജീവനൊടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വിഷം കഴിച്ചോ എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് വ്യക്തമാണ്. ഇതാണ് കാരണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രണയം പിന്നീട് പെൺകുട്ടി ആ പ്രണയത്തിൽ നിന്നും പിന്മാറുന്നു. പക്ഷേ വൺ സൈഡ് പ്രണയം എന്നാണ് പോലീസ് അതിൽ കൃത്യമായി പറയുന്നത്. പിന്നീട് ഈ ഒരു വൺ സൈഡ് പ്രണയവുമായി ഇയാൾ പിറകെ തന്നെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി അത് ഏതെങ്കിലും തരത്തിൽ അത് ചെവികൊള്ളാൻ ലാവണ്യ തയ്യാറാവുന്നില്ല, ഇയാളുമായി അടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് കണ്ട കൊണ്ടാണ് ഇങ്ങനൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതി എത്തുന്നത്. നേരത്തെ പല കേസുകളും നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രണയപ്പക അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ പ്രണയം ഉണ്ടായിട്ട് പിന്നീട് അത് തകരുന്ന സാഹചര്യത്തിൽ കൊലപാതകം, ഇത്തരത്തിൽ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ വളരെ നീചമായ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കെ പട്ടാപ്പകൽ നടത്തിയ ഒരു അതിക്രൂരമായ കൊലപാതകമാണ് ഇതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ പ്രതി ഇപ്പോൾ, ചേതൻ എന്ന് പറയുന്ന പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മംഗളൂരുവിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. ഇയാളിപ്പോൾ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. യൂട്യൂബർ രാജൻ ജോസഫ് വീണ്ടും അറസ്റ്റിൽ. അടൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചു എന്നാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതായി കാട്ടി ശ്രീനാദേവി കഴിഞ്ഞ ദിവസം പോലീസിന് പരാതി നൽകിയിരുന്നു. സമാന പരാതിയിൽ കഴിഞ്ഞ ദിവസം അടൂർ കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ രാജൻ ജോസഫ് ഇതിങ്ങനെ ഒരു സ്ഥിരമായി തന്നെ തുടരുന്നുണ്ട്, ഈ രീതിയിലുള്ള സൈബർ അധിക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്, പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം തുടർച്ചയായി ശ്രീനാദേവി കുഞ്ഞമ്മയെ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വളരെ മോശമായ രീതിയിലൊരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതവരെ അയാൾ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പരിശോധിച്ചപ്പോൾ. അതുകൊണ്ട് അയാളുടെ ഫേസ്ബുക്കിലില്ല. സ്വാഭാവികമായും ഇതിപ്പോൾ രണ്ടാമതും തുടർച്ചയായി സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആവർത്തിക്കുന്നു. ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സ്ത്രീകളെ അധിക്ഷേപിക്കരുത്, അതൊക്കെ ലംഘിച്ചുകൊണ്ടല്ലേ ഈ രാജൻ ജോസഫ് വീണ്ടും ഈ രീതിയിൽ സൈബർ അധിക്ഷേപം നടത്തിയത്? ടോം, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മോശമായ രീതിയിൽ കമന്റുകൾ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു. അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ, ഈ രാജൻ ജോസഫിനെ അടൂർ പോലീസ് എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയെടുക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടെടുക്കുകയും ചെയ്തത്. ഉപാധിയോടുകൂടിയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ജാമ്യം ഈ രാജൻ ജോസഫിന് നൽകിയത്. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ശ്രീനാദേവി കുഞ്ഞമ്മയെ വീണ്ടും ഈ സമൂഹ മാധ്യമങ്ങളിൽ അതിശയിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഇടുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രാജൻ ജോസഫിനെ അടൂർ പോലീസ് തന്നെ വീണ്ടും കസ്റ്റഡിയെടുത്തുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 25 തീയതി മുതൽ 25 തീയതി മുതൽ പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഈ പോസ്റ്റിൽ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഇയാൾ തുടർച്ചയായി ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഏകദേശം 26ഓളം വീഡിയോകൾ ഇത്തരത്തിലുണ്ടായിരുന്നു. അതും വളരെ മോശം, അതായത് സ്ത്രീത്വത്തെ പൂർണ്ണമായും ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് പലതും ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് നേരത്തെ പരാതി നൽകിയിരുന്നത്. പക്ഷേ ആ പരാതികൾക്ക് നടപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ രാജൻ ജോസഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിന് താക്കീത് നൽകുകയും ജാമ്യം നൽകുന്ന വകുപ്പുകളൊക്കെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഇത്തരം മേലിൽ ആവർത്തിക്കില്ല എന്നുള്ള താക്കീതും ഒപ്പം ആ ജാമ്യ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പിന്നീട് ജാമ്യം നൽകിയത്. പക്ഷേ ആ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിലേക്ക് ഇന്നലെ വീണ്ടും സമാനമായ അതിരൂക്ഷമായ
രീതിയിൽ ഈ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും പരാതി നൽകുകയും രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാൾക്കെതിരെ നിയമപോരാട്ടം തുടരുകയാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി രാജൻ ജോസഫിനെ എതിരെ നിയമപോരാട്ടം തുടരും, അയാളെ അഴിയണ്ണിക്കും പ്രതിക്കൂട്ടിലാക്കും എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ തുടർച്ചയായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. കാരണം ഇതിനു മുൻപ്, അതായത് നമുക്കറിയാം UDF സർക്കാർ വരുന്നതിന് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഉൾപ്പെടെ ഉണ്ടായത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതോടൊപ്പം മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ അധിക്ഷേപിക്കുന്ന അതേ രീതിയിൽ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയും സൈബർ അധിക്ഷേപം നടത്തുന്ന പ്രവണതയായിരുന്നു ഇയാളുടെ ഭാഗത്തുനിന്ന്, ഇയാൾ ഉൾപ്പെടുന്ന ആ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിപ്പോൾ രാജൻ ജോസഫിനെതിരെ മാത്രമാണോ നടപടി? ഈ രാജൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടല്ലോ, അയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ടോം, അത്തരത്തിൽ തന്നെയാണ് പരാതിയുള്ളത്. രണ്ട് സ്ഥാപനത്തിലും അപ്പം രാജൻ ജോസഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെയും അത്തരത്തിൽ പരാതിയുണ്ട്. കാരണം തുടർച്ചയായി വീഡിയോകൾ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. അത് വളരെ മോശമായ രീതിയിലാണ് പല വീഡിയോകളും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, തനിക്ക് തന്നെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, വിമർശനങ്ങൾ പറയുന്നതിൽ തെറ്റില്ല, അത് രാഷ്ട്രീയപരമായി പറഞ്ഞാൽ രാഷ്ട്രീയപരമായി തന്നെ താൻ അതിന് മറുപടി പറയും. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന തരത്തിൽ സമൂഹത്തിൽ വളരെ മോശമായ രീതി ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് കിട്ടും. റീച്ചിന് വേണ്ടിയാണ് ഇത്തരം ചെയ്യുന്നത്. അത് വരുമാന മാർഗമായി യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു. അത്തരം മോശം പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ലക്ഷ്യമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ ശക്തമായി മാധ്യമപ്രവർത്തകർ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾ ഇട്ടാൽ അത് എവിടെ വരെയായാലും അത്തരത്തിൽ ഏതറ്റം വരെ പോകാൻ താൻ തയ്യാറാണ്. ന്യായമായുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള വിമർശനങ്ങൾ സ്വീകരിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യും. പക്ഷേ സ്ത്രീത്വത്തെ പൂർണ്ണമായി അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, മോശമായ വീഡിയോകൾ, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത് ആർക്കെതിരെയായാലും അതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം കിട്ടിയതിനു ശേഷം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ജാമ്യം കിട്ടിയതിനു ശേഷം ഇയാൾ പുറത്തിറങ്ങിയ ശേഷവും വീണ്ടും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ വീണ്ടും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വീണ്ടും ഈ രാജൻ ജോസഫ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ, അതായത് മോശമായ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സ്ഥാപനത്തിനെതിരെയും പരാതി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ശ്രമിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോൺഗ്രസിലെ മാധ്യമ വക്താക്കളെ നീക്കണമെന്ന ആവശ്യവുമായി VD സതീശൻ പക്ഷം ജിൻഡോ ജോണിനെയും VR അനൂപിനെയും വക്താക്കൾ, KPCC വക്താക്കൾ സ്ഥാനത്ത് നിന്നും പദവിയിൽ നിന്നും നീക്കണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് VD സതീശൻ്റെ ഏറ്റവും അനുകൂലിയായിട്ടുള്ള, അടുപ്പക്കാരനായിട്ടുള്ള രാജു P നായരാണ് KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ ബാബു, നമുക്കറിയാം ഈ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് കോൺഗ്രസിനകത്തെ ഈ തമ്മിലടി. ഇപ്പോൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചേരുതിരിവ് അത് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളത് കണ്ടതാണ്. KSUവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജിൻഡോ ജോണും അനൂപും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രി VD സതീശനെ പരസ്യമായി ആക്രമിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിയ സാഹചര്യമാണുള്ളത്. ഈ രണ്ടുപേർ മാറ്റണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്? അതോ ഈ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ളത് ദീപ്തി മേരി വർഗീസിനാണ്? ദീപ്തി മേരി വർഗീസും VD സതീശനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ എന്താണ് ഈ രാജു P നായരുടെ പരാതിയിൽ പറയുന്നത്? VD സതീശൻ അനുകൂല പക്ഷത്തിന്റെ ആവശ്യം എന്താണ്?
ടോമ, കോൺഗ്രസിനുള്ളിലെ പോര് ഏറെക്കുറെ പരസ്യമാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ്റെ പക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് രാജു പി നായർ. അദ്ദേഹവും മാധ്യമത്തിൻ്റെ വക്താവ് ചുമതലയുള്ള ആളാണ്. രാജു പി നായരാണ് ഇപ്പോൾ KPCC അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്നത്. ചില മാധ്യമ വക്താക്കളെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും രണ്ടുപേരുടെ പേരുകളാണ്, ലിൻഡോ ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ അനൂപ് VR-ൻ്റെയും പേരുകളാണ് രണ്ടുപേരുടെ പേരുകൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസിനെ കൂടി ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് FB പോസ്റ്റുകൾ, ഇവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോസ്റ്റുകളിൽ, അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകൾ, ഇവിടെയെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം ഉന്നയിക്കുന്നു. കോൺഗ്രസിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ വിമർശനം ഉന്നയിക്കുന്നവരെ വക്താവ് സ്ഥാനത്ത് വെച്ചു തുടരാനാവില്ല എന്നുള്ളതാണ്. പ്രധാനമായും ലിൻഡോയുടെ ഒരു FB പോസ്റ്റ് തന്നെ പട്ടാഭിഷേകം കഴിഞ്ഞ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്നുള്ളത് VD സതീശനെ ലക്ഷ്യമിട്ട് തന്നെ അങ്ങനെ ഒരു FB പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ ചാനൽ ചർച്ചകളിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ചില ചർച്ചകളിലെ അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അനൂപ് VR-ഉം പറഞ്ഞത് ഈ KSU നേതാക്കൾക്കും അതോടൊപ്പം തന്നെ PM നിയാസിനുമൊക്കെ, KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസിനുമൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി നൽകാത്തതിനെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് അനുമതി നൽകുമ്പോഴും ഈ നേതാക്കൾ KPCC ജനറൽ സെക്രട്ടറിക്കും KSU പ്രസിഡന്റിനും എന്തുകൊണ്ടാണ് അനുമതി കിട്ടാത്തത് എന്നുള്ള ചോദ്യവും ഉന്നയിച്ചിരുന്നു. അനൂപും ഇതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരെയും വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ VD സതീശൻ പക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാവുന്ന പ്രധാനപ്പെട്ട വിവരമാണ്, പാർട്ടി വക്താക്കളായിരിക്കുന്നവർ എപ്പോഴും പാർട്ടിയുടെ നിലപാടുകൾ പറയേണ്ടതാണ്. അവരുടെ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ പറയേണ്ടവരല്ല. അവർ അങ്ങനെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിൽ നടത്തുന്നതിനെ തുടർന്നാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആവശ്യം വീണ്ടും ശക്തമായി തന്നെ ഉന്നയിക്കാൻ ഉള്ള സാധ്യത അതൊരു ന്യായമായ കാര്യമല്ലേ VD സതീശൻ പക്ഷം ഉന്നയിക്കുന്നത്, കിരൺ ബാബു? കാരണം ഈ പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, അവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, വിമർശിക്കാം, അത് പാർട്ടിക്കുള്ളിൽ ഒരു വിമർശനം ഉണ്ടാകാം. പക്ഷെ ഇവിടെ KPCC വക്താക്കളുടെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ജിൻഡോ ജോണും അനൂപും സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നു. അതാണ് പ്രധാനമായി അവർ ഈ VD അനുകൂലികൾ വിമർശനമായി ഉയർത്തി കാണിക്കുന്നത്, വലിയ ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ടോം. ഇതിപ്പോൾ കോൺഗ്രസിലല്ല, CPM-ലോ BJP-ലോ ആയിരുന്നെങ്കിൽ എന്നെ അവർ വക്താവ് സ്ഥാനത്ത് കാണില്ല, അവരെ എപ്പോഴേ അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ നടപടിയെടുത്ത് ഒഴിവാക്കിയേനെ. പക്ഷേ കോൺഗ്രസിൽ പണ്ടുപോലെ അങ്ങനെയല്ല. കോൺഗ്രസിൽ അങ്ങനെ പരസ്യ വിമർശനങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ പ്രതികരണങ്ങളിലായാലും ഒക്കെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് നേരിട്ട് ഉന്നയിച്ചില്ലെങ്കിൽ പരോക്ഷമായ രീതിയിലും ഈ നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങൾ ഈ നേതാക്കൾ തന്നെ ഉന്നയിക്കാറുണ്ട്. അത്തരമൊരു ശീലമൊക്കെ കോൺഗ്രസിലുണ്ട്. അതിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ അതിന് പരിധി വിട്ട് കഴിഞ്ഞാൽ നടപടിയെടുക്കുക അപ്പുറത്തേക്ക് അങ്ങനെ നടപടിയെടുക്കുന്ന ശീലമൊന്നും കോൺഗ്രസിൽ. ഇവിടെ തന്നെ അവരെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വക്താക്കളുടെ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിയില്ലെങ്കിലും ഇവർക്ക് മേൽ വക്താക്കൾ ഇനി ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന രീതിയിലുള്ള താക്കീതടക്കം വരാനുള്ള സാധ്യതയുണ്ട്. പരമാവധി അത്തരം നടപടികളിലേക്കൊക്കെ ആയിരിക്കും പോകാൻ സാധ്യതയുള്ളത്. പക്ഷേ അതുപോലും VD സതീശൻ പക്ഷത്തെ സംബന്ധിച്ച് അതൊരു നേട്ടമാണ്. എന്നുവെച്ചാൽ പരസ്യമായി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ വക്താക്കൾ തന്നെ മാറിക്കഴിഞ്ഞാൽ അത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത്തരം ഒരു വിമർശനമാണ് ഇപ്പോൾ അവർ ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സാധ്യത നമുക്കറിയാം. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് VD സതീശൻ, അന്ന് KPCCയുടെ നേതൃതലത്തിൽ ഉണ്ടായിരുന്ന KPCC ഭാരവാഹിയായിരുന്ന VD സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചൊരു ചരിത്രം കൂടി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രം ടോം കോൺഗ്രസിനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ഒരുപാട് ചരിത്രമുണ്ട്. മന്ത്രിസഭയിൽ നിന്നുകൊണ്ട് തന്നെ K കരുണാകരൻ മന്ത്രിസഭയിലും AK ആന്റണി മന്ത്രിസഭയിലും മന്ത്രിമാർ തന്നെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിക്കുന്ന അവസ്ഥ, മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരെ വിമർശിക്കുന്ന അവസ്ഥ, അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു കാലത്തെ കോൺഗ്രസോ ആ ഒരു കാലത്തെ സംവിധാനമല്ല ഇപ്പോഴുള്ളത്. കോൺഗ്രസ് പാർട്ടിക്ക് 10 വർഷത്തോളം കാലം അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു. കേന്ദ്രത്തിൽ അധികാരമില്ലാതെ 10-ലേറെ വർഷക്കാലമായി നിൽക്കുന്നു. അത്തരമൊരവസ്ഥയിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഈ മട്ടിൽ ിലേക്കുള്ള വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു ശേഷി സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്കില്ല. കേരളത്തിലെ ഭരണം ഏറ്റവും നിർണായകമാണ്. അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലടക്കം ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനം. കിരൺ ബാബുലേക്ക് എത്താം. KPCC വക്താവ് ജിൻഡോ ജോൺ ചേരുന്നുണ്ട്. ജിൻഡോയെയും അതോടൊപ്പം അനൂപിനെയും KPCC വക്താക്കൾ ആ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജു പി നായർ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
പാർട്ടിക്കകത്ത് നിങ്ങൾ വിമർശനം ഉന്നയിക്കാം, പക്ഷേ ഇത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധിക്കേണ്ട ചുമതലയുള്ള വക്താക്കളാണ് ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നീക്കണം, ചുമതലകളിൽ നിന്ന് നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിനോട് ജിൻഡോയുടെ പ്രതികരണം എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം അങ്ങനെ ഒരു പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാതി കൊടുത്തയാളോ പരാതി കിട്ടിയയാളോ പറയാതെ വാർത്തയാകില്ല. അപ്പൊ അങ്ങനെ പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ വാർത്തയാക്കുന്നതും സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പറഞ്ഞ നേതൃത്വത്തെയും പാർട്ടി തീരുമാനങ്ങളെയും പാർട്ടി നയങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ പിന്തുണച്ച് അതിനുവേണ്ടി പ്രചരണം നടത്തുകയാണ് നമ്മുടെ ജോലി. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും പ്രചരണം നടത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം ഉണ്ടായാൽ, പാർട്ടിക്കാർക്ക് ആശങ്ക ഉണ്ടാകുന്ന തീരുമാനം ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുന്നതും കൂടി ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നു. സർക്കാരിന് വേണ്ടിയിട്ട് 100% PR ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി അതിനപ്പുറത്ത് നമ്മളുടെ ഭാഗത്ത് വ്യക്തിപരമായി എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ അവർ ഉന്നയിക്കുന്ന വിഷയം ഗൗരവമുള്ളതല്ലേ? കാരണം ഇവിടെ പാർട്ടിക്ക് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. പാർട്ടിക്കുള്ളിൽ വിമർശിക്കേണ്ടതിന് പകരം നിങ്ങൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നു. അതാണ് VD അനുകൂല പക്ഷം പ്രധാനമായി ഉയർത്തിക്കാണിക്കുന്ന ഒരു ആക്ഷേപം. അല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലൊരു കറക്ഷൻ ഉണ്ട്. VD അനുകൂല പക്ഷം, VD എതിർപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷമൊന്നുമില്ല. അതങ്ങനെ പലരും അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു പക്ഷമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്തമായിട്ട് പല കാലത്തും പലരും പറയാറുണ്ട്. ഇപ്പോ ഇനി പാർട്ടിക്കകത്ത് പറയണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് എവിടെയാണ് എന്ന് കൂടി പറയണം, ഏതാണ് ആ പ്ലാറ്റ്ഫോം എന്ന് കൂടി പറയണം. പലരെയും നമ്മൾ പലതരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലർക്കും വിളിച്ചാൽ കിട്ടാറില്ല. അപ്പൊ പല പ്രശ്നങ്ങളും പലതരത്തിലുണ്ട്. അപ്പൊ അത് വേറെ കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് ഇരുന്നിട്ട്, പാർട്ടിയുടെ സംഘടനാപരമായ ചുമതലകളിൽ ഇരുന്നിട്ട് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നടപടി എടുക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യം ആ കാര്യത്തിന് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇനി മുൻകാല പ്രാബല്യത്തോടെയാണ് നടപടി എടുക്കുന്നതെങ്കിൽ എത്ര കാലം മുമ്പ് വരെയുള്ള പ്രാബല്യത്തോടെയാണ് നടപടി എടുക്കുന്നതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കെതിരെ മാത്രമാണോ ഇനി മറ്റാർക്കെങ്കിലും ഒക്കെ എതിരെ അത്തരത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ വാർത്തകളുടെ പേരിൽ മാത്രമാണ് പ്രതികരിക്കുന്നത്. എന്റെ ഒരു ഉറപ്പ് അത്തരത്തിലൊരു തീർച്ചയായും ഞങ്ങൾ അതാണ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് KPCC ഭാരവാഹിയായിരുന്ന VD സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാത്രമല്ല അതോടൊപ്പം ഈ വിമർശിക്കുന്നവരെ എതിർക്കുന്ന ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു പ്രവണത, ഒരു ഏകാധിപത്യ പ്രവണത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? താങ്കൾ ഇന്നലെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അത്തരമൊരു ഒളിയമ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിമർശിച്ച KSU നേതാവിന്, KSU സംസ്ഥാന അധ്യക്ഷന് KPCC ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്താൻ അവകാശമില്ല. വിമർശിച്ച KPCC വക്താക്കളെ നീക്കണമെന്ന് KPCC നേതൃത്വത്തിന് പരാതി നൽകുന്നു. അതായത് എതിർക്കുന്ന ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അത്തരമൊരു ഏകാധിപത്യ പ്രവണതയാണോ ഇത് ജിൻഡോ? അല്ല, ഞാനങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണത എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പല തരത്തിലുള്ള ആരാധകരും അനുചരന്മാരുടെ ഒക്കെ ഒരു പരിപ്രേക്ഷ്യമാണ്. ഞാൻ അങ്ങനെയൊന്നും അതിന് കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് വിചാരിക്കില്ല. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അത് അദ്ദേഹത്തിന്റെ തന്നെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമാകില്ലേ? ഞങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ ഭീഷണമായിട്ടുള്ള വാക്കുകളിലൂടെ ഊർജം പകർന്നു നൽകി മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ പാതകൾ പിന്തുടർന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ മുൻ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തൊക്കെ വ്യത്യസ്തമായ നിലപാട് പരസ്യമായി പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പാർട്ടി നടപടിയെടുക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നതും ഇത്തരത്തിലൊരു പരാതി കൊടുത്തു എന്ന് പറയുന്നതും. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. യെസ്, വ്യക്തമാണ്. KPCC വക്താവ് ജിൻഡോ ജോണാണ് പ്രതികരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയല്ല, അദ്ദേഹത്തിൻ്റെ ചില അനുകൂലികൾ അല്ലെങ്കിൽ ആരാധകർ ഈ രീതിയിൽ ഒരു പരാതി കൊടുത്തു എന്നാണ് ജിൻഡോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നടപടി ഉണ്ടാവുമെങ്കിൽ അത് കാണട്ടെ എന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി ജിൻഡോ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്ഥിരമായി ഇത്തരം പ്രവണതകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ
പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയരുന്നു. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പാർട്ടി സംവിധാനമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ ജിൻഡോയും ചൂണ്ടിക്കാണിക്കുന്നതാണ്, പാർട്ടി എന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ലല്ലോ. കാരണം ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്നു. ആ പാർട്ടി എന്നൊരു സംവിധാനമില്ലാത്തടത്ത് എവിടെ പരാതി നൽകാൻ കഴിയും എന്നാണ് ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ രാജു പി നായർ ഇതേ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. വക്താക്കൾ സ്ഥാനത്തു നിന്നും ജിൻഡോ ജോണിനെയും VR അനൂപിനെയും നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് VD അനുകൂല പക്ഷം KPCC നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ എബ്രഹാം P. മീഞ്ചങ്കര 3 ജോഡി ആനക്കൊമ്പുകളുടെ കാര്യം മറച്ചുവെച്ചത് എന്തിനെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. പിടികൂടിയ 2 ജോഡിക്ക് പുറമെ 3 ജോഡി ആനക്കൊമ്പുകൾ കൂടി ഉണ്ടെന്നാണ് മോഹൻലാലിന്റെ വെളിപ്പെടുത്തൽ. ആനക്കൊമ്പുകൾ സമ്മാനമായി കിട്ടിയതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ആനക്കൊമ്പിൽ നിർമ്മിച്ച 13 ശില്പങ്ങളും കൈവശമുണ്ട്. ഒറ്റത്തവണ പരാതി തീർപ്പാക്കൽ നടപടിക്ക് അവസരം നൽകിയപ്പോഴാണ് ഈ മറുപടി. ശാസ്ത്രീയ പരിശോധന നടത്താൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, എന്താണ് ഈ പരാതിക്കാരനായ അഭിഭാഷകൻ ഉന്നയിക്കുന്ന വിഷയം? ടോം, ഈ ഒരു പുതിയ വിജ്ഞാപനത്തിന്റെ ഭാഗമായിട്ടാണ് മോഹൻലാലിന്റെ വീട്ടിൽ മലയാറ്റൂർ DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ എത്തിയത്. ആ സമയത്താണ് മോഹൻലാല് 3 ജോഡി കൊമ്പുകൾ കൂടി തന്റെ കൈവശമുണ്ടെന്ന കാര്യം DFOയോട് പറയുന്നത്. DFO അത് കൃത്യമായി എഴുതിയെടുക്കുകയും അതിന്റെ ഈ ആനക്കൊമ്പുകൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണം, അതിന്റെ തെളിവുകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് മടങ്ങുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പരാതിയുമായി അഭിഭാഷകൻ രംഗത്തെത്തിയത്. ഈ അഭിഭാഷകൻ തന്നെയായിരുന്നു നേരത്തെയും പരാതി നൽകിയത്. അഭിഭാഷകൻ പറയുന്നത് പ്രകാരം അതെങ്ങനെയാണ് 2015-ലും 2016-ലും 2 തവണയാണ് ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി വനം വകുപ്പ് മോഹൻലാലിനെ സമീപിച്ചത്. അന്നൊന്നും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്ത മോഹൻലാല് എന്തുകൊണ്ടാണ് ഇത്തവണ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്? അത് വനം വകുപ്പും മോഹൻലാലും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ്. അതായത് മോഹൻലാലിന്റെ കൈവശം എന്തൊക്കെ ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടോ ഇതെല്ലാം കൃത്യമായി വനംവകുപ്പിന് നൽകിക്കഴിഞ്ഞാൽ വനംവകുപ്പ് ഈ നിയമ സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഈ തീർപ്പാക്കലിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും പിന്നീട് മോഹൻലാലിന് അത് കൈവശം വെക്കുന്നതിന് വേണ്ടി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിയമസഹായം നൽകും എന്നതിന്റെ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് അതിനു മുൻപ് ഈ അഭിഭാഷകൻ എബ്രഹാം P. മീഞ്ചങ്കര എന്താണ് പ്രതികരിച്ചതെന്ന് കേൾക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് മോഹൻലാലിനെതിരെ അഡ്വക്കേറ്റ് എബ്രഹാം ഉന്നയിക്കുന്നത്. ശ്രീ മോഹൻലാൽ 2 തവണ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് 2015 2 പെയർ ആനക്കൊമ്പിനെക്കുറിച്ചും അതിന് കഴിഞ്ഞിട്ട് 13 ഐവറി ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ 2026 ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിയമം എത്രമാത്രം നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഹൈക്കോടതിയിലെ പരിഗണനയിലാണ്. അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ അമ്നസ്റ്റി സ്കീമിൽ മോഹൻലാൽ ആദ്യം കൊടുത്ത 2 ഡിക്ലറേഷൻ കൂടാതെ 3 പേർ ഐവറി ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം അത് 2015-ലും 2016-ലും പറയേണ്ടിയ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. സാധാരണക്കാരനെ പോലെയല്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇത്രയും നാളും പറയാത്തപ്പോൾ അത് വനവകുപ്പ് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഇനിയും സർക്കാരിൻ്റെ പരിഗണനയിലായിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് അത് എൻക്വയറി നടത്തണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വെറാസിറ്റി മനസ്സിലാക്കി അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ടെസ്റ്റുകളും അത് മാത്രമല്ല സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു സർക്കാർ അതനുസരിച്ച് തന്നെ ചെയ്യുള്ളൂ. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യം എത്തിയത്. പക്ഷേ ഈ അഡ്വക്കേറ്റ് എബ്രഹാം വീണ്ടും നിയമ പോരാട്ടം തുടരുമെന്നാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്?
അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ടോമി, സാധാരണക്കാരന് ഒരു നിയമം മറ്റൊരാൾക്ക്, ഇപ്പോൾ മോഹൻലാലിനെ പോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ നടപ്പാക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം മോഹൻലാലിന്റെ കേസ് എടുക്കുന്ന അതേ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ, ഈ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയുടെ കേസ് പരിഗണിക്കുകയുണ്ടായി. അന്ന് സർക്കാർ എടുത്ത നിലപാട് ഈ ആനക്കൊമ്പ് കൈവശം വെക്കുന്നതിന് അനുമതിയില്ല എന്നാണ്. പക്ഷെ അതേ സർക്കാർ തന്നെ മോഹൻലാലിന്റെ കേസിലേക്ക് വരുമ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അടക്കം നൽകാം, അല്ലെങ്കിൽ ആനക്കൊമ്പ് കൈവശം വെക്കുന്നതിന് പ്രശ്നമില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള നീതി എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ കയ്യിൽ ഇപ്പോൾ 5 ജോഡി ആനക്കൊമ്പാണുള്ളത്. അതോടൊപ്പം തന്നെ 13 ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളുമുണ്ട്. ഇത് പാരമ്പര്യമായി കൈമാറിയിട്ടുള്ള ആനക്കൊമ്പാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ വേണം. പക്ഷെ ആ രേഖകളൊന്നും തന്നെ മോഹൻലാൽ ഇതുവരേക്കും ഹാജരാക്കിയിട്ടുമില്ല. മോഹൻലാൽ വനം വകുപ്പിനോട് പറഞ്ഞത് തന്റെ മുത്തശ്ശി, അതായത് അമ്മയുടെ അമ്മയാണ് തനിക്ക് ഈ ആനക്കൊമ്പുകൾ തന്നതെന്നാണ്. പക്ഷേ അത് തെളിയിക്കുന്ന രേഖകൾ മോഹൻലാലിന് വനം വകുപ്പിന് മുന്നിൽ സമർപ്പിച്ചേ മതിയാകൂ. നിലവിൽ മോഹൻലാൽ അത് വാക്കാൽ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മോഹൻലാലിന്റെ പക്കൽ മറ്റ് തെളിവുകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണം, ഇതിൽ DNA പരിശോധന അടക്കം നടത്തണമെന്നാണ് ഈ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. ഈ ആനക്കൊമ്പുകളല്ല, അതായത് ഈ ആറ് ആനക്കൊമ്പുകളും 6 ആനകളുടേതാണെങ്കിൽ അത് മോഹൻലാലിനെ സംബന്ധിച്ച് വലിയ കുരുക്കിലേക്ക് തന്നെയായിരിക്കും നീങ്ങുക. യെസ്, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ തീരുമാനം. മലപ്പുറം തിരൂരിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. ചെറിയമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് സംഭവം. +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്നപ്പോഴാണ് സംഘർഷമുണ്ടായത്. സ്കൂളിലെ +2 വിദ്യാർത്ഥികളും മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്ന വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. 2 കുട്ടികൾക്ക് കൂട്ടയടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി VK ജിഷാദ് ചേരുന്നു. ജിഷാദ്, ഇത് മുൻവൈരാഗ്യമാണോ ഈ കൂട്ടയടിക്ക് കാരണമായത്? ഈ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ടോം, തിരൂർ ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി നടന്നത്. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. +2 കോഴ്സ് പൂർത്തിയാക്കിയ മാർക്ക് ലിസ്റ്റ് വാങ്ങാനെത്തിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിലവിൽ സ്കൂൾ പഠിച്ചിരുന്ന +2 വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ വഴക്കുകൾ ഉണ്ടായിരുന്നു. ആ വഴക്കാണ് ഈ സംഘർഷത്തിലേക്ക് മാറിയത്. മാർക്ക് ലിസ്റ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെത്തിയ സമയത്തായിരുന്നു ഈ സംഘർഷം നടക്കുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കാം ഈ സംഘർഷത്തിന് കാരണം. പെട്ടെന്നുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ പരിസരത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മുൻവൈരാഗ്യമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചിട്ടുള്ളത്. ടോം, യെസ്, വലിയൊരു സംഘർഷം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. മറ്റു കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് അധ്യാപകരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആരും പിടിച്ചു മാറ്റാനൊന്നും ചെന്നില്ലേ? ടോം, ചെറിയമുളം ഹയർ സെക്കൻഡറി സ്കൂൾ പുറത്തു വെച്ചായിരുന്നു ആക്രമണം നടക്കുന്നത്. അത് കാരണം തന്നെ അധ്യാപകർക്ക് ഇടപെടാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടുകാരും പിന്നെ അവിടുത്തെ പ്രദേശത്തെ ആളുകൾ കൂടിയാണ് ഇവരെ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ സംഘർഷാവസ്ഥ ഒഴിവാക്കി. ഈ സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ടോം, VK ജിഷാദാണ് വിവരങ്ങൾ. ഒരെണ്ണം എല്ലാ വീഡിയോ ഉണ്ട്, ഇവിടെ വീഡിയോ കണ്ടിട്ടാ അത് തച്ചുവാരി പോയവരൊക്കെ അവിടെ എടുക്കുന്നുണ്ട്, ഒക്കെ ശരിയാക്കി തരാം. നിങ്ങൾ ഈ വണ്ടി റോട്ടുമ്പോ ബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങളെ മുടിയൽ എന്ത് മുടിയെല്ലാം വരും നിങ്ങളെ മക്കളെ പൊരിഞ്ഞടി. ചെറുമണ്ട സ്കൂളിന്റെ കണ്ടില്ല എന്താ കുട്ടികളെ ഒരു ഇതൊക്കെ നല്ല ബഹുമാനമുള്ള കുട്ടികളെ. എന്താണ് ഈ ചെക്കന്മാർ, എന്താ എന്തിന് വരണ ചെക്കന്മാരങ്ങള് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? ഇത് അന്തണ്ട ചെക്കന്മാരൊക്കെ. ആ ചെക്കനൊക്കെ ഒന്നില്ല കണ്ടില്ല. ഇതൊക്കെയാണ് ഈ ചെക്കന്മാരൊക്കെ. അതാ ചോറ ചെക്കന്റെ കഥ. ഒരെണ്ണം എല്ലാ വീഡിയോ ഉണ്ട് ഇവിടെ.
കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയതായി പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ജൂലൈ 13-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. ഒരു സംഘം വിദ്യാർത്ഥികൾ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, പുതിയ അധ്യയന വർഷം തുടങ്ങിയ ശേഷം ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും +1 വിദ്യാർത്ഥികൾക്ക് നേരെ, ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയൊക്കെ മുതിർന്ന സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണങ്ങൾ. ഇത് സംഭവത്തിൽ ഇപ്പോൾ 13 പേർക്ക് നേരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ 13 പേരാണോ ഈ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി പരാതിയുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോമേ. നമ്മളിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ റാഗിംഗ് വാർത്തകൾ ഇപ്പോൾ പതിവായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും സ്കൂളുകളിലും കോളേജിലും എന്ന വ്യത്യാസമില്ലാതെ തുടർച്ചയായ റാഗിംഗ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. അതായത് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികൾ അടക്കം 13 പേരെയാണ് ഇപ്പോൾ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പ്രിൻസിപ്പൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ഈ സംഭവം ജൂലൈ 13-നാണ് ഇത്തരത്തിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. ഈ ഒരു സംഘം ഈ വിദ്യാർത്ഥികൾ എത്തി ഈ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തുകയും അതോടൊപ്പം ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതിയുള്ളത്. ഏതായാലും സംഭവത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കോളേജ് അധികൃതർ ഇക്കാര്യത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ ഒരു സംഭവത്തിൽ ഇവർക്ക് വ്യക്തത വരികയും പിന്നീട് ആന്റി റാഗിംഗ് സെൽ യോഗം ചേർന്നാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഇരയായ വിദ്യാർത്ഥി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം കോളേജിൽ നിന്നും ഇത്തരത്തിൽ സമാന രീതിയിൽ, അതായത് റാഗിംഗ് നടത്തിയതിന് അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർ പുറത്തുനിന്നും എത്തിയാണ് ഇങ്ങനൊരു റാഗിംഗ് ചെയ്തതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ടോമെ, മറ്റൊരു ഇത്തരത്തിലുള്ള റാഗിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഞ്ചേശ്വരം പൈവളിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഈ സംഭവത്തിൽ ഈ പൈവളിക സ്വദേശിയായ ഒരു ജലാലുദ്ദീന്റെ മകൻ മുഹമ്മദ് ജദീം ആണ് മർദ്ദനത്തിന് ഇരയായത്. ഈ കുട്ടിയുടെ കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും ഗുരുതരമായ ഇടി ഏറ്റ ഒരു അവസ്ഥയിലാണുള്ളത്. ഏതായാലും ഇത്തരത്തിൽ റാഗിംഗ് ഇങ്ങനെ തുടർച്ചയായി വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ സ്കൂൾ വിട്ട് വരുന്നതിനിടയിലും മറ്റുമാണ് ഇങ്ങനെ റാഗിംഗ് പതിവായി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 സ്കൂളുകളിലാണ് ഇതേ രീതിയിൽ റാഗിംഗ് ഉണ്ടായതായി കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റാഗിംഗ് നിയന്ത്രണത്തിനും മറ്റും നിരവധി പരിപാടികൾ പോലീസും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും ഉൾപ്പെടെ നടത്തി വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം അതിക്രമങ്ങൾ തുടരുന്നതെന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. ഈ അക്രമങ്ങളുടെ തുടർച്ചയായി ഈ പൈവളികയിലെ വിദ്യാർത്ഥിയെ ഈ മർദ്ദിച്ച സംഭവം കൂടി വന്നതോടുകൂടി ഇപ്പോൾ പോലീസ് ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഇത്തരം പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം റാഗിംഗ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഏതായാലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കാസർഗോഡ് ഈ ഗവൺമെന്റ് കോളേജിലെ ആക്രമണം ഒരു ആസൂത്രിതമായിരുന്നോ? മാത്രമല്ല, ഇത് ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നു, അവിടെ ഒരു ആന്റി റാഗിംഗ് വിരുദ്ധ സെല്ലൊന്നും പ്രവർത്തിക്കുന്നില്ലേ? ഇതിന് മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു റാഗിംഗ് പരാതികൾ ആ കോളേജിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടോ ബൈജു? ടോമെ, ആന്റി റാഗിംഗ് സെല്ലുകൾ സജീവമാണ് പല സ്കൂളുകളിലായാലും. പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജിലൊക്കെ അത്രത്തോളം ആന്റി റാഗിംഗ് സെല്ലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ റാഗിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് സാധാരണ റാഗിംഗ് അല്ല, ഇതിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായിരുന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല 13 പേരെയാണ് ഇപ്പോൾ ഇതിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പോലീസ് അന്വേഷണത്തിലാണ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെ 13 പേർ ചേർന്ന് ഇങ്ങനെ ഒരു 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇതിപ്പോൾ ജൂലൈ 13-ന് നടന്ന സംഭവമാണ്. ഈ പലപ്പോഴും ഇങ്ങനെ റാഗിങ്ങിന് ഇരയാവുന്ന കുട്ടികൾ അവർക്ക് മാനസികമായ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പിന്നീട് ആ കോളേജിലേക്ക് പഠനത്തിന് പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിരന്തരം റാഗിംഗ് ഉണ്ടാകുന്നു എന്നതാണ്
ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഈ ആന്റി റാഗിംഗ് സെല്ലൊക്കെ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഈ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അതോടൊപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ കേസിൽ ഇപ്പോൾ പരാതി ഉള്ളത്. ഇതിലിപ്പോൾ വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സെൽ കൂടി ചേർന്ന് ഇങ്ങനെ ഈ കുട്ടികളെ, ഈ 13 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി പറയുന്നത്. ഇത് കണ്ടെത്താനുള്ള പരിശോധനയും ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരമൊരു അച്ചടക്ക നടപടി മാത്രം സ്വീകരിച്ച് കൊണ്ട് പോരാ, അത് കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേട്ടോ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ 13 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടി മാത്രം പോരാ, നിയമ നടപടിയും ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കണമെന്നാണ് ആക്രമണത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ആവശ്യം. കണ്ണൂരിൽ 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിൽ. ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ പി ശ്രീധരനാണ് പിടിയിലായത്. പൂഴിമണ്ണ് ശേഖരിച്ച് വിൽപ്പന നടത്താനുള്ള അനുമതിക്കാണ് ചെറുകുന്ന് സ്വദേശിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത്. സുമേഷ് മോറാഴ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, ഇത് എപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലിയുമായി പിടിയിലാകുന്നത്? ഇത് കൃത്യമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ വിജിലൻസിന്റെ നടപടി? തീർച്ചയായും ടോം, കണ്ണൂർ ചെറുകുന്ന് സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഈ വിജിലൻസ് കൈയോടെ പിടികൂടുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ മിനറൽ റവന്യൂ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീധരൻ PV ഇദ്ദേഹത്തെയാണ് ഇന്നലെ വിജിലൻസ് പിടികൂടിയത്. ഇദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. തളിപ്പറമ്പ് കുറ്റിയേരി സ്വദേശി കൂടിയാണ്. ഇദ്ദേഹത്തെ ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പരാതിക്കാരൻ ഈ പൂഴിമണ്ണ് ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള അനുമതിക്കായി 2025 ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസം ജില്ലാ മൈനിങ് ജിയോളജി ഓഫീസിൽ ഈ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അനുമതി നൽകുന്നതിന് ഈ മൈനിങ് ജിയോളജി ഓഫീസിൽ മനഃപൂർവ്വം ഈ കാലതാമസം വരുത്തിയതിനെ തുടർന്ന് ഇദ്ദേഹം ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ സർക്കാർ തുടർന്ന് ഈ ഹൈക്കോടതി ഒരു അനുകൂല വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹം ഈ ഹൈക്കോടതി നിന്ന് അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 8-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ 8-ാം തീയതി ജിയോളജി ഓഫീസിൽ നിന്നും ഈ പരാതിക്കാരനെ ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ, ഈ മതിയായ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ രേഖകളുമായി ഇദ്ദേഹം ഈ ഓഫീസിൽ എത്തുകയും ഈ റവന്യൂ ഇൻസ്പെക്ടർ ശ്രീധരനെ നേരിൽ കാണുകയും പിന്നീട് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനായി പിന്നീട് എത്തിക്കൊള്ളാമെന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അതായത് ഞാനിത് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഇപ്പോഴേതല്ല അവിടെ വരുന്നില്ല, ചെറിയ തിരക്കിലാണ്, എന്നാൽ പിന്നീട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇൻസ്പെക്ഷൻ നടത്താൻ ഉദ്യോഗസ്ഥർ എത്തതിനെ തുടർന്ന് വിവരം തിരക്കുന്നതിനായി തുടർന്ന് ഈ പരാതിക്കാരൻ മിനിഞ്ഞാണ്, അതായത് 15-ാം തീയതി വീണ്ടും ഈ ഓഫീസിൽ എത്തുകയും ഈ ഇദ്ദേഹത്തെ ഈ മൈനിങ് ഇൻസ്പെക്ടറായ ശ്രീധരൻ നേരിൽ കാണുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ മറുപടി, അതായത് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ തന്നെ അതായത് ഇദ്ദേഹത്തെ അതായത് തന്നെ വേണ്ട വിധത്തിൽ കാണണം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് പ്രത്യക്ഷമായി ഇദ്ദേഹത്തെ പൈസ കൊടുക്കണം, അതായത് പൈസ നൽകിയാൽ കഴിഞ്ഞാൽ മാത്രമേ അതിന് അനുമതി നൽകുകയുള്ളൂ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു മറുപടിയായിരുന്നു ഇദ്ദേഹത്തിന്. സ്ഥിരം കൈക്കൂലിക്കാരനാണോ? ഇതിനു മുൻപ് പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? ടോം, ഏതായാലും ഇദ്ദേഹത്തിന്റെ, അതായത് ഇന്ന് ഇദ്ദേഹത്തെ പിടികൂടിയത് കൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, അതായത് തളിപ്പറമ്പ് കുറ്റിയിരൽ വീട്ടിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ, അതായത് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ ഒരു ഇതുപോലെ ഒരു റെയ്ഡ് നടത്തുകയും, അവിടെ നിന്ന് അതായത് മതിയായ രേഖ, അതായത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരം രീതികൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ തട്ടിപ്പ് നടത്തിയായിട്ടുള്ള ഒരു വിവരമാണ് ഏതായാലും വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ കാലങ്ങളിലും ഇദ്ദേഹം ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ഏതായാലും ഈ വിജിലൻസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ 4:30 കൂടിയാണ് ഇദ്ദേഹത്തെ ഇരണാവ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെ ഈ
ഈ തന്ത്രപരമായി ഈ വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നതും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഈ സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ഇതൊക്കെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് ആലോചിക്കുന്നത് നല്ലതാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം തുടക്കത്തിലൊക്കെ ചെറിയ തുകകളാണ് നിങ്ങൾ വാങ്ങുന്നത്, പിന്നീട് വലിയ വലിയ തുകകളിലേക്ക് മാറുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ വിയർപ്പിൻ്റെ അധ്വാനമാണ്, അതിൻ്റെ ഒരു പങ്കാണ് അന്യായമായി ഈ കൈക്കൂലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൈപ്പറ്റാൻ ശ്രമിക്കുന്നത്. കണ്ണൂരിൽ 15,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.